ഹായ് കൂട്ടുകാരെ, ഇന്ന് നൈറ്റിലേക്കുള്ള ഫുഡ് മസാല ദോശ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 4-5 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സവോള ഒരു 5-6 സവോള, തക്കാളി, ക്യാരറ്റ് ഒരു കഷ്ണം, പിന്നെ പച്ചമുളക്, കരിവേപ്പില, മല്ലിയില എല്ലാം ഇട്ടിട്ടുള്ള മിക്സിംഗ് ആണ് ഇവിടെ കാണിച്ചത്. പിന്നെ ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടലപ്പരിപ്പ് ഒരു പിടി കടലപ്പരിപ്പ്, കടുക് ഒരു സ്പൂണ് കടുക് എല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള, ക്യാരറ്റ്, തക്കാളി എല്ലാം കൂടി ഇട്ടുള്ളത് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചതുണ്ടല്ലോ, അത് നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. ആ സവാള മൂപ്പിച്ചെടുത്ത ആ ഒരു മിക്സിലേക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ്. പിന്നെ ഞാൻ ഇതിന് സൈഡ് ഡിഷായിട്ട് തേങ്ങാ ചട്നിയാണ്. തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് പച്ചമുളകും, തേങ്ങ, പൊട്ടുകടല, ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി വെച്ചാൽ നന്നായിരിക്കും. പക്ഷേ ഇഞ്ചിയുടെ മണം ആർക്കെങ്കിലും ഇഷ്ടമാവുമോ എന്നറിയില്ല, ചിലർക്കൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ അതങ്ങനെ അരച്ചെടുത്തിട്ട് ഞാൻ വന്നു. അങ്ങനെ ചട്നി ഞാൻ താളിക്കുകയാണ്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്തു. അത് തേങ്ങാ ചട്നിയിലേക്ക് ഒഴിച്ചു. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തക്കാളി കറീൻ്റെ റെസിപ്പി ഞാൻ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. തക്കാളി കറിയും പിന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ടൈം ഒരു 6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോള് ട്യൂഷൻ വിട്ട് വന്നപ്പോൾ അവൾക്കൊരു ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കുറച്ച് വെളിച്ചത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ദോശ ചുട്ടു. അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരാന്നുള്ള ഒരു ദോശ ചുട്ടു. അതിലേക്ക് നമ്മൾ ഈ മസാല എടുത്ത് അങ്ങനെ വെച്ച് അതങ്ങനെ മടക്കി അതങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ചു. ഇതാണ് എൻ്റെ മസാല ദോശ കേട്ടോ. ഇതിനെക്കാട്ടും നന്നായി ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ. നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു.